ഹലോ ഫ്രണ്ട്സ്, 2023 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വേക്കൻസി കേരളത്തിൽ ഒറ്റ പോസ്റ്റ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് മുതൽ പലരും ചോദിക്കുന്ന സംശയമാണ് 2024 CGL എക്സാമിനേഷന് കേരളത്തിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല വേക്കൻസികൾ ഉണ്ടാവുമോ എന്നത്. അന്ന് തൊട്ട് ഞാൻ തന്നെ എല്ലാവരോടും പറയാറുണ്ട്, ഇൻകം ടാക്സിൽ നല്ല വേക്കൻസികൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം 2024 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന്. 2023 റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ ഹൊറിസോണ്ടൽ റിസർവേഷൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം ഫെബ്രുവരി വരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ മാത്രമേ SSC കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് 2023 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വേക്കൻസികൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കേരളത്തിലില്ലായിരുന്നു. എന്നാൽ 2024 CGL എക്സാമിനേഷന് ഈ വേക്കൻസികളെല്ലാം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് നല്ല വേക്കൻസികൾ ഈ വർഷം 2024 CGL എക്സാമിനേഷൻ എന്തായാലും കേരളത്തിലുണ്ടാവും. അപ്പോൾ അത് എത്രത്തോളം വേക്കൻസികൾ നമുക്ക് ഉണ്ടാവുമെന്നത് നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് അനാലിസിസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ 14 ജില്ലകളിലും, ഇപ്പം വയനാട് അടക്കം 14 ജില്ലകളിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ 14 ജില്ലകളിലും ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ്, അതേപോലെ തന്നെ ടാക്സ് അസിസ്റ്റൻ്റെയും വേക്കൻസികൾ ഉണ്ടാവും. ഡെഫിനറ്റ്ലി വേക്കൻസികൾ ഉണ്ടാവും. അപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 2-3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒന്ന് അസസ്മെൻറ്റ് വിങ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ വിങ്, ഓർ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് TDS ഫോർ ഇൻ്റർനാഷണൽ ടാക്സേഷൻ. അപ്പോൾ ഇങ്ങനെ പല അതായത് ഡിപ്പാർട്ട്മെൻറ്റുള്ളിൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടുക, പോസ്റ്റിംഗ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലെവൽ 7-ലുള്ളൊരു പോസ്റ്റാണ്. ലെവൽ 7-ലുള്ള പോസ്റ്റാണ്. ഇപ്പോൾ അത് ഗ്രൂപ്പ് C ആണെങ്കിലും ഗ്രൂപ്പ് C ആയിട്ടാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് C പോസ്റ്റുകളാണ് ക്ലാസിഫൈ ചെയ്തത്. പക്ഷേ പുതിയ റിക്രൂട്ട്മെൻറ്റ് റൂൾ വന്നു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് Bയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. സോ ഗ്രൂപ്പ് Bയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് Cയിലാവുന്ന സമയത്ത് ഇപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നും ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഒരു റോസ്റ്റർ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഡയറക്റ്റ് റിക്രൂട്ടാണെങ്കിൽ 2 പ്രൊമോട്ടി, അതായത് ടാക്സ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഫീസ് സൂപ്രണ്ട് പ്രൊമോഷനായിട്ട് അവരെ 2 പേര് എടുത്തിട്ട് അതിനുശേഷമാണ് വീണ്ടും ഒരു ഇൻകം ടാക്സ് ഡയറക്റ്റ് ഇൻസ്പെക്ടർ വരുന്നത്. നേരെ മറിച്ച് ഗ്രൂപ്പ് B ആയി കഴിഞ്ഞാൽ അതെന്തായി മാറും, 1:1 എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ ഒരുപാട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടും പുതിയ റിക്രൂട്ട്മെൻറ്റ് റൂൾ വന്നു കഴിഞ്ഞാൽ. ലെവൽ 7-ലെ പോസ്റ്റാണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്നുള്ളത്. ഇപ്പം ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിട്ട് നിങ്ങൾ ഒരു റീജിയനിൽ പോസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റൂൾ പ്രകാരം ടിൽ ബിക്കമിങ് IRS, അതായത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആവുന്നത് വരെ സെയിം റീജിയനിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും. അതിലേക്ക് ഇൻ്റർചാർജ് ട്രാൻസ്ഫർ ഇല്ല. ഒരു 2-3 വർഷം മുമ്പ് ഇൻ്റർചാർജ് ട്രാൻസ്ഫർ നിർത്തലാക്കി. അത് ഇനി പുതുക്കുമെന്ന് അറിയില്ല, പുതുക്കി കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂ ഇല്ല. പക്ഷേ 2-3 വർഷം മുമ്പ് ഇൻ്റർചാർജ് ട്രാൻസ്ഫർ നിർത്തലാക്കി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മുംബൈ റീജിയൻ ആണെങ്കിൽ യു പോസ്റ്റഡ് ഇൻ മുംബൈ റീജിയൻ ടിൽ യു ബിക്കം അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. IRS കൺഫർ ആവുന്നത് വരെ നിങ്ങൾ അതേ റീജിയനിൽ തന്നെ നിൽക്കേണ്ടി വരും. നോ ഇൻ്റർചാർജ് ട്രാൻസ്ഫർ. പക്ഷേ 5 വർഷം വരെ നിങ്ങൾക്ക് ലോൺ ബേസിസിൽ നിങ്ങൾക്ക് സെയിം നിങ്ങളുടെ ഹോം റീജിയനിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി 5 വർഷം വരെ വരാൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെപ്യൂട്ടേഷനിൽ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ 3 വർഷം നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് സർവീസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് EO ആയിട്ട്, AEO അല്ല EO ആയിട്ട് നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടേക്ക് പോകാൻ പറ്റും, നാട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഡെപ്യൂട്ടേഷനും ഇതൊക്കെ ആയിട്ട് കുറേ വർഷങ്ങൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. എന്നാലും ബാക്കി വർഷങ്ങൾ നിങ്ങൾക്ക് സെയിം റീജിയനിൽ തന്നെ നിൽക്കേണ്ടി വരും. മ്യൂച്വൽ ട്രാൻസ്ഫറും ഇല്ല, വിത്തിൻ ദ റീജിയനിലുള്ള ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. അതായത് കേരളത്തിൽ നിങ്ങൾക്കിപ്പം ട്രിവാൻഡ്രത്താണ് ആദ്യം കിട്ടിയത് ആൻഡ് യു ആർ ഫ്രം കാസർഗോഡ്, അങ്ങനെയാണെങ്കിൽ വിത്തിൻ 2 years ഓർ ആഫ്റ്റർ 2 years യു ക്യാൻ ബി പോസ്റ്റഡ് ടു കാസർഗോഡ്. ഓർ നിങ്ങൾ കാസർഗോഡ് ആണെങ്കിൽ ട്രിവാൻഡ്രത്തെ തിരിച്ചു അങ്ങനെ തന്നെ. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളെ സ്വന്തം സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് മാക്സിമം പോസ്റ്റിംഗ് കിട്ടും. ഇനി ഇല്ലെങ്കിലും ഫസ്റ്റ് പോസ്റ്റിംഗ് മാത്രമേ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. വിത്തിൻ 2 years യു ക്യാൻ ബി പോസ്റ്റഡ് ടു യുവർ ഹോം ടൗൺ, പ്രൊവൈഡഡ് ആ ഹോം ടൗണിൽ എന്തുണ്ടാവണം, വേക്കൻസി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ ഫസ്റ്റ് പ്രൊമോഷൻ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റിലെ ഫസ്റ്റ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസറാണ്. ഇൻകം ടാക്സ് ഓഫീസർ ഡിപ്പെൻഡ്സ് ഓൺ ദ റീജിയൻ. ഇപ്പം കേരളത്തിൽ ഓൾമോസ്റ്റ് 10 years വരെ, 6 to 10 years വരെ എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ലാസ്റ്റ് എന്തായാലും 2013 ബാച്ചാണ് ഇപ്പം എന്തെടുക്കുന്നത്, പ്രൊമോഷൻ. 2024 പ്രൊമോഷൻ എടുക്കുന്നത്. 2014 ബാച്ച് ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും. ഞാനൊക്കെ പ്രൊമോഷനായ സമയത്ത് 3.5 years കൊണ്ട് പ്രൊമോഷനായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും സ്റ്റാഗ്നേഷൻ വന്നു. 8 to 10 years വരെ എന്തായാലും പല റീജിയനിലും എടുക്കുന്നുണ്ട്. ഓക്കെ, ITO എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഓഫീസർ ആയിക്കഴിഞ്ഞാൽ ലെവൽ 8 ആണ്. പക്ഷേ ലെവൽ 8 നിന്ന് 4 വർഷം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേറെ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ലെവൽ 9ലേക്ക് എന്ത് ചെയ്യുക, എസ്കലേറ്റ് ചെയ്യപ്പെടും.
ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൽ നിന്നും ഇൻകം ടാക്സ് ഓഫീസർ ആവാൻ വേണ്ടി നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് എഴുതണം. 2 ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറെ കൺഫർമേഷന് നിങ്ങൾ 4 ടെസ്റ്റ് എഴുതണം. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഇൻകം ടാക്സ് ഓഫീസർ പ്രൊമോഷൻ നിങ്ങൾ വേറെ 4 ടെസ്റ്റ് എഴുതണം. പ്രൊമോഷൻ്റെ ITO ടെസ്റ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇൻക്രിമെൻറ്റ് എക്സ്ട്രാ കിട്ടും. നിങ്ങളുടെ സാലറിയിൽ 2 ഇൻക്രിമെൻറ്റ് നിങ്ങൾക്ക് എന്തായി കിട്ടും, എക്സ്ട്രാ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ITO ഇൻകം ടാക്സ് ഓഫീസറിന് IRS അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ആവാൻ 10 to 12 years, ചില സ്ഥലത്ത് 12 yearsനെക്കാട്ടും കൂടുതലും എടുക്കാറുണ്ട് ചില സമയങ്ങളിൽ. 12 to 13 years ഒക്കെ നമുക്ക് പറയാം. ജനറലി 12 years നമുക്ക് പറയാം. ITO ടു അസിസ്റ്റന്റ് കമ്മീഷണർ ആവാൻ ഒരു 12 years നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈസിലി നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാൻ പറ്റും. 9 to 5:30 ജോബാണ്. മോസ്റ്റ്ലി ഡെസ്ക് ജോബാണ്. ഫീൽഡ് ജോബ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് റെയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വരൂ. അതും പെർ ഇയർ മാക്സിമം ഒരു 8 to 10 പെർ ഇയർ മാക്സിമം ഒരു 8 to 10 ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പോകേണ്ടി വരൂ, ഫീൽഡിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ വിങ് ആണെങ്കിൽ നിങ്ങൾ എന്ത് പോകേണ്ടി വരും, ഫീൽഡിൽ നന്നായിട്ട് പോകേണ്ടി വരും. ബാക്കി നിങ്ങൾ അസസ്മെൻറ്റ് വിങ്ങോ അഡ്മിനിസ്ട്രേഷൻ വിങ്ങോ എന്നാണ് തീരെ പോകണ്ട. അസസ്മെൻറ്റ് വിങ് ആണെങ്കിലും പോകണ്ട. ബാക്കിയുള്ളതിലാണെങ്കിൽ നിങ്ങൾ എന്തിൽ പോകേണ്ടി വരും, ഫീൽഡിലേക്ക് പോകേണ്ടി വരും. ഫീൽഡിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം. നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ ഇരുന്ന് കൊടുത്ത് പോയാൽ മാത്രം മതി. അല്ലാതെ ഇതൊരു ഫീൽഡ് ജോബാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ടു ഡെസ്ക് ഇതല്ലാന്നേ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ 90% ഡെസ്ക് ജോബാണ്. 10% മാത്രമേ എന്ത് ജോബായിട്ടുള്ളൂ, ഫീൽഡിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് മോസ്റ്റ്ലി ഒരു ഡെസ്ക് ജോബാണ്. ലേഡീസിനൊക്കെ നന്നായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ജോബാണ്. ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൽ മാത്രമേ നിങ്ങൾ എവിടെ എൻക്വയറിക്ക് വേണ്ടി പോകേണ്ടി വരും, പുറത്ത് എൻക്വയറിക്ക് വേണ്ടി പോകേണ്ടി വരും. അസസ്മെൻറ്റിലൊന്നും ആണെങ്കിൽ നിങ്ങൾ തീരെ എന്തിൽ പോകും, JO എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, ജൂറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസർ. അവിടെയാണെങ്കിലും നിങ്ങൾ എവിടെ പോകേണ്ട ആവശ്യം വരില്ല, പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല. ഇനി ഇടയ്ക്കെങ്കിലും പുറത്തേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വണ്ടി കിട്ടും. ആ വണ്ടിയിൽ പോയി എൻക്വയറി നടത്തി തിരിച്ചു വന്നാൽ മാത്രം മതി. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. കുറച്ച് കാലം മുമ്പ് വരെ അങ്ങനെയല്ലായിരുന്നു. കുറച്ച് കാലം മുമ്പ് വരെ അത്യാവശ്യം നന്നായിട്ട് ഫീൽഡ് വർക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പം അത്രത്തോളം ഫീൽഡ് വർക്കുകളൊന്നും ഇല്ല. 30 ലിറ്റർ പെട്രോളിൻ്റെ അലവൻസ് നിങ്ങൾക്ക് പെർ മന്ത് കിട്ടും. 30 ലിറ്റർ പെട്രോളിൻ്റെ. 30 ലിറ്റർ പെട്രോളിൻ്റെ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ 3000 rupees നിങ്ങൾക്ക് പെർ മന്ത് എന്തായാലും കിട്ടും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം പാസ്സായി കഴിഞ്ഞാൽ 2 ഇൻക്രിമെൻറ്റ് കിട്ടും. 2 ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് കൺഫർമേഷനും ഒന്ന് പ്രൊമോഷനും വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസ് ആണ്. അപ്പം വർക്ക് ലൈഫ് ബാലൻസ് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു പ്രൊവിഷൻ വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അടുത്ത ജോബാണ് ടാക്സ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, CBDT ടാക്സ് അസിസ്റ്റൻറ്റ്. അത് UD ക്ലർക്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ UD ക്ലർക്കിൻ്റെ ലെവലുള്ള പോസ്റ്റാണ്, ലെവൽ 4 പോസ്റ്റാണ്. ഡെസ്ക് ജോബാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഡെസ്ക് ജോബ് മാത്രമൊന്നുമല്ല പൂർണ്ണമായിട്ടുള്ളത്. റെയ്ഡ് വരികയാണെങ്കിൽ ഇവരും പുറത്ത് പോകണം, എല്ലാവരും പുറത്ത് പോകണം. ഇൻസ്പെക്ടർ പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ ടാക്സ് അസിസ്റ്റന്റുമാരും എന്ത് വേണം, പുറത്ത് പോകണം. അപ്പം പൂർണ്ണമായിട്ടും ഡെസ്ക് ജോബല്ല, എന്നാലും 95% എന്ത് ജോബ് തന്നെയാണ്, ഡെസ്ക് ജോബാണ്. ഇവരുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസർമാരും അസിസ്റ്റൻറ്റ് കമ്മീഷണർമാരും അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് ടാക്സ് അസിസ്റ്റന്റുമാരുടെ ജോബ്. ഹെവി വർക്കൊന്നുമില്ല, ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്ന വർക്കേ ഉള്ളൂ. ഹോം പോസ്റ്റിംഗ് മിക്കവാറും കിട്ടും ടാക്സ് അസിസ്റ്റന്റുമാർക്ക്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല. കണ്ണൂരാണെങ്കിൽ കണ്ണൂർ തന്നെ കിട്ടും, കൊച്ചിയാണെങ്കിൽ കൊച്ചി തന്നെ കിട്ടാറുണ്ട്. നെക്സ്റ്റ് പ്രൊമോഷൻ STA ആണ്, സീനിയർ ടാക്സ് അസിസ്റ്റൻ്റ് ആണ്. അത് ലെവൽ 4 നേരെ ലെവൽ 6ലേക്കാണ് വരുന്നത്. ഇൻ 3 years, 3 വർഷം കൊണ്ട് പ്രൊമോഷനാവും. നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവണമെന്നേ ഉള്ളൂ. പ്രസൻറ്റ് റിക്രൂട്ട്മെൻറ്റ് റൂൾ പ്രകാരം കേട്ടോ. റിക്രൂട്ട്മെൻറ്റ് റൂൾ മാറിക്കഴിഞ്ഞാൽ 10 years എടുക്കും സർവീസിന്. 10 years എടുക്കും എന്തിന്, പ്രൊമോഷനാവാൻ. സീനിയർ ടാക്സ് അസിസ്റ്റൻ്റ് ആവാൻ 10 years എടുക്കും. അതായത് ഇപ്പോഴത്തെ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്കൊരു പ്രസൻറ്റ് റിക്രൂട്ട്മെൻറ്റ് റൂൾ വെച്ചിട്ട് ടാക്സ് അസിസ്റ്റൻ്റ് നിന്ന് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവാൻ 10 to 11 years മാത്രമേ എടുക്കൂ കേട്ടോ. 10 to 11 years കൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായി മാറും, ടാക്സ് അസിസ്റ്റൻ്റ് മുതൽ. പക്ഷേ റിക്രൂട്ട്മെൻറ്റ് റൂൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അതെന്നാണ് വരിക എന്നുള്ളത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ കാലങ്ങളായി അത് പറയുന്നു, ഇന്ന് വരും നാളെ വരുന്നു, പക്ഷേ ഇതുവരെ അതെന്തായിട്ടില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടില്ല. ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് എന്താക്കാൻ പറ്റൂ, പറയാൻ പറ്റൂ. ഇൻകം ടാക്സ് ഓഫീസർ ആയിക്കഴിഞ്ഞാൽ ഒരു കമ്പയർ ടു സെൻട്രൽ GST ഓർ സെൻട്രൽ എക്സൈസ് ഓർ കസ്റ്റംസിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ തൊട്ടണ്ടറിലാണ് സൂപ്രണ്ട്. അതായത് നിങ്ങൾ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ ഓർ കസ്റ്റംസ് PO, ഇവരൊക്കെ പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്രണ്ട് പോസ്റ്റാണ്. ആ സൂപ്രണ്ട് പോസ്റ്റ് AC-മാരുടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർമാരുടെ അണ്ടറിലായിരിക്കും. എന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ITAയുടെ ഫസ്റ്റ് പ്രൊമോഷനായ ITO JCITയുടെ നേരെ അണ്ടറിലാണ്. അതായത് ACIT എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിലെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ്, ITOയുടെ പ്രൊമോഷൻ പോസ്റ്റുമാണ്. അവിടെ അടുത്ത പ്രൊമോഷൻ DCIT ആണ്, നെക്സ്റ്റ് പ്രൊമോഷനാണ് JCIT. ഈ JCITൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, ITO വരുന്നത്. ACIT-മാരെയോ DCIT-മാരെയോ അണ്ടറിൽ ആര് വരുന്നില്ല, ITO വരുന്നില്ല. അതായത് ITO-മാരും
ഇൻകം ടാക്സ് ഓഫീസർമാരും ACDCമാരും ചെയ്യുന്നത് സെയിം വർക്കാണ്, സെയിം നാച്ചർ ഓഫ് വർക്കാണ് രണ്ടുപേരും ചെയ്യുന്നത്. ആ ഒരു ഇൻകം സ്റ്റാൻഡേർഡിൽ ഓരോരുത്തരും ഡീൽ ചെയ്യേണ്ട ഇൻകം സ്റ്റാൻഡേർഡിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ITOമാരും ACDCമാരും സെയിം വർക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, അവർ JCനെ നേരിട്ട്, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. GSTയിൽ പക്ഷേ അസിസ്റ്റൻറ്റ് കമ്മീഷണർ തൊട്ട് അണ്ടറിൽ ആര് വരും? GST ഇൻസ്പെക്ടർ വരും, GST സൂപ്രണ്ട് വരും, അല്ലെങ്കിൽ കസ്റ്റംസ് സൂപ്രണ്ട് വരും, ഓർ എക്സാമിനർ ആണെങ്കിൽ അവിടെ അപ്രൈസർ വരും അസിസ്റ്റൻറ്റ് കമ്മീഷണർ നേരെ അണ്ടറിൽ. പക്ഷേ ഇവിടെ JCയുടെ നേരെ അണ്ടറിൽ മാത്രമേ ITO വരുന്നുള്ളൂ. JCൻ്റെ അണ്ടറിൽ തന്നെയാണ് ACDCയും വരുന്നത്. ഓക്കെ, അപ്പോൾ സെയിം ലെവൽ വർക്കാണ്, സെയിം നാച്ചർ ഓഫ് വർക്കാണ് രണ്ടുപേരും ചെയ്യുന്നത്. ഇനി നമുക്ക് വേക്കൻസിയിലേക്ക് പോകാം. എവരും നോക്കിക്കൊണ്ടിരിക്കുന്ന വേക്കൻസിയിലേക്ക് പോകാം. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഡേറ്റ് മുതൽ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിന് കേരളത്തിൽ മാത്രം 38 വേക്കൻസികളുണ്ട്. 38 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ EWS 9 വേക്കൻസി ഉണ്ട്, UR 13 ഉണ്ട്, SC 3 ഉണ്ട്, ST 8 ഉണ്ട്, OBC 5 വേക്കൻസികളുണ്ട്. ഓക്കെ, TA 109 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 33 ജനറലാണ്, 28 EWS ആണ്, OBC 13 ഉണ്ട്, 19 ST, 16 SC വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. MTS വേറെ എക്സാമാണ്, CGL വഴിയല്ല, എന്നാലും MTSന് ടോട്ടൽ 147 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നോർമലി കണ്ടുവരുന്നൊരു പ്രഭാവം അല്ലെങ്കിൽ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതിയല്ല, ഒരു 60% പോസ്റ്റുകളും നോർത്ത് ഇന്ത്യൻസ് ആണ് ഫില്ല് ചെയ്യാറുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രോപ്പർ സ്ട്രാറ്റജിയോട് പഠിച്ചിട്ട് ഇതിൽ 100% പോസ്റ്റുകളും നമ്മൾ തന്നെ, മലയാളികൾ തന്നെ ഫില്ല് ചെയ്യപ്പെടണം CGL 24 വഴി. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് നമ്മൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം അതാണ്. മലയാളികൾ മാക്സിമം വരട്ടെ എന്നതാണ്. അപ്പം പ്രോപ്പറായിട്ട് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി ആഞ്ഞു പിടിക്കുക. നല്ല വേക്കൻസികൾ എന്തായാലും ഇപ്പോൾ CGC കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ 24 സെൻട്രൽ എക്സൈസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെൻട്രൽ എക്സൈസിൽ മാത്രം 2500ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻകം ടാക്സിൽ കേരളത്തിൽ നിങ്ങൾക്ക് 109ഉം 38ഉം ടോട്ടൽ ഒരു 150ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വേക്കൻസികൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെടും. നല്ല വേക്കൻസികൾ ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ല വേക്കൻസികൾ എന്തായാലും CGL 24 ഉണ്ടാവും. അതേപോലെ തന്നെ പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റിന് 2022 CGL വഴി കയറിയ പല ആൾക്കാരും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് അവരുടെ വേക്കൻസികളും 2024 CGL റിപ്പോർട്ട് ചെയ്യപ്പെടും. 2022 ജോയിൻ ചെയ്യാത്ത ആൾക്കാരുടെ വേക്കൻസികൾ, 2023 ജോയിൻ ചെയ്യാത്ത ആൾക്കാരുടെ വേക്കൻസികൾ, ഇതെല്ലാം 2024 റിപ്പോർട്ട് ചെയ്യപ്പെടും. സോ 2024 CGL നല്ല വേക്കൻസികൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പം തന്നെ വന്നത്, അതായത് ഇപ്പം നമ്മൾ സെപ്റ്റംബറിലാണ് ഫസ്റ്റ് എക്സാം, ഡിസംബറിലാണ് സെക്കൻഡ് ടയർ, മാർച്ചിലോളാണ് റിസൾട്ട് വരിക. അപ്പോൾ അടുത്ത ജനുവരി വരെയുള്ള സംഭവങ്ങൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യപ്പെടും വേക്കൻസികൾ. മെയിലാണ് നിങ്ങൾക്ക് എന്താവുന്നത്, ഏറ്റവും കൂടുതൽ റിട്ടയർമെൻറ്റ് മെയിലാണ് വരിക. ഈ മാസമാണ് ഏറ്റവും കൂടുതൽ റിട്ടയർമെൻറ്റ് വരിക. സോ ആ വേക്കൻസികളെല്ലാം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേക്കൻസികൾ 2024 CGL എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. 2024 CGL എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു CGL ആവും. കമ്പയർഡ് ടു CGL 2022 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2024 നിങ്ങൾക്ക് നല്ല വേക്കൻസികൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരുപാട് മലയാളികൾ കയറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.